എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമുക്കിന്ന് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്തകൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചും. നമ്മളങ്ങനെ നോക്കിയിട്ടില്ലല്ലോ അല്ലേ? എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളല്ലേ നോക്കുന്നത്. അപ്പോൾ തേർഡ് പേഴ്സൺ ഉള്ളവർക്ക് നമുക്ക് അവരെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ തോട്ട്സ് എന്താണെന്നും കൂടെ നോക്കാം. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ടുകളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. വേറെന്താണ്, റീഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ തോട്ട്സ്, ചിന്തകൾ എന്താണ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ചിന്തകൾ അവരെക്കുറിച്ച് എന്താണ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഇന്നത്തെ ചിന്തകൾ അവരെക്കുറിച്ച് എന്താണ്. 2 ഓഫ് കപ്സ് ആണ് വീണത്. പലർക്കും റീയൂണിയൻ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ റീയൂണിയൻ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകളിൽ അവരെക്കുറിച്ച് ഇന്നത്തെ ദിവസം എന്താണ് കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. Nine of Pentacles, Queen of Pentacles, Nine of Swords, Empress, Knight of Pentacles, Knight of Swords, King of Swords, Page of Swords. ഇന്ന് നിങ്ങൾ ഇച്ചിരി ആറ്റിറ്റ്യൂഡിലാണല്ലോ. ക്യാ ഹുവാ? ഹെറോഫന്റ്, 3 of Pentacles, Page of Wands കാർഡ് ഒന്നുകൂടെ നോക്കിയതാ. ഹൈ പ്രീസ്റ്റസ്, പേജ് ഓഫ് കപ്സ്. ഓക്കെ, തോട്ട്സിൽ ആണ് നോക്കിയത് കേട്ടോ. എന്താണ് തോട്ട്സ് എന്നാണ് നോക്കിയത്. അവർക്ക് ഇന്ന് തോന്നണ്ടായിരുന്നു, നിങ്ങൾ തമ്മിൽ സംസാരിച്ച അവിടെ നിങ്ങൾ ഭയങ്കരമായി പ്രാക്ടിക്കലായിട്ട് സംസാരിക്കും പോലെ അവർക്ക് ഫീൽ ചെയ്തു. പതിവ് നിങ്ങൾ വളരെ റൊമാൻറ്റിക്കായിട്ട് അവരെ കൊഞ്ചിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ദിവസം അവർക്ക് തോന്നി നിങ്ങൾ വളരെ മെച്ചുവേർഡായിട്ട് സംസാരിച്ചതുപോലെയും നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് വന്നു ചേർന്നിരിക്കുന്ന പോലെയും. നിങ്ങൾക്ക് ഇപ്പോൾ സമ്പാദ്യമുണ്ട്, അതായത് സ്വയം സമ്പാദിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ സെൽഫ് ലവിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ നിങ്ങൾ മെഡിറ്റേഷൻസോ അങ്ങ് യോഗയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വ്യത്യാസം, ഹീലിംഗ് ചെയ്തിരിക്കാം, അതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങളുടെ പെരുമാറ്റത്തിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിൽ അത് പ്രതിഫലിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അതിനെപ്പറ്റി അവർ ചിന്തിക്കും കേട്ടോ. അതായത് നിങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളുടെ സംസാരത്തിൽ വളരെ കോൺഫിഡൻസ് അവർക്ക് ഫീൽ ചെയ്തു. നിങ്ങൾ നിങ്ങളുടെ കാര്യം സ്വതന്ത്രമായി തീരുമാനിക്കാൻ പഠിച്ചിരിക്കുന്നു. അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം അവർക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്കൊരു ആറ്റിറ്റ്യൂഡ് വന്നു ചേർന്നിരിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്തു കേട്ടോ. അതവർക്ക് കുറച്ച് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളവരെ വിട്ടുപോകുമോ എന്നൊരു ഭയം അവർക്ക് വന്നിരിക്കുന്ന പോലെ. ജോലിയൊക്കെ ആയി, നിങ്ങൾ സ്വയം സമ്പാദിക്കുന്നു, ഇൻഡിപെൻഡൻ്റ് ആണ്, സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് തുടങ്ങി. അപ്പോൾ നിങ്ങളവരെ വിട്ടുപോകുമോ എന്നൊരു ഭയം, ഒരു സ്ട്രെസ്സ് അവർക്ക് ഉണ്ട്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് റിയലൈസേഷൻ വന്നത്. എന്ത് റിയലൈസേഷൻ വന്നു? നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എംപ്രസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പകരം വയ്ക്കാനായിട്ട് അവർക്ക് ആരും ഇല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ, എനർജി എടുക്കണം. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻ്റ് ഇല്ല അവരുടെ ലൈഫിൽ. നിങ്ങളുടെ സ്നേഹം പോലൊരു സ്നേഹം അവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങൾ കൊടുക്കുന്ന കെയർ പോലൊരു കെയർ അവർക്ക് കിട്ടിയിട്ടില്ല എന്ന് തന്നെ അവർ കരുതുന്നു കേട്ടോ. അപ്പോൾ അവർ ചിന്തിക്കുന്ന നിങ്ങളുടെ ശരിയാക്കാൻ വേണ്ടിയിട്ട് എത്ര എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിൽ. ഇച്ചിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നാലും ശരി, എങ്ങനെയെങ്കിലും ഈ റിലേഷൻഷിപ്പ് ശരിയാക്കി എടുക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ടൊരു ക്വിക്ക് ആക്ഷൻ എടുക്കാൻ അവർ ചിന്തിക്കുന്നു. ഇനിയും വൈകി നിന്നാൽ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോകും. അപ്പോൾ അത് പറ്റില്ല. എത്രയും വേഗം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്നുള്ളൊരു പ്രാക്ടിക്കൽ ചിന്തയിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ പഴയ പോലെ ഇമോഷൻസിൽ
ഇങ്ങനെ പെട്ട് കിടന്ന് അവരെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ ഒരു വ്യക്തിയല്ല. നിങ്ങളിൽ ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിന്തിക്കുന്നത് ഇത് നമുക്ക് എന്താ പറയുക, എന്തെങ്കിലും ഒരു നല്ല രീതിയിലുള്ള ആക്ഷൻ നിങ്ങൾക്ക് വേണ്ടി വേഗം എടുത്തില്ലെങ്കിൽ നിങ്ങൾ കൈവിട്ടു പോകും എന്നവർക്കൊരു ഭയം കയറിയിട്ടുണ്ട് കേട്ടോ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ തുടർന്ന് ഇനി അങ്ങോട്ട് പ്രോപ്പറായിട്ട് ഇതുവരെയും കമ്മ്യൂണിക്കേഷൻ നേരെ ചൊവ്വേ ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ അവർ ചിന്തിക്കുന്നത് ഇനി അങ്ങോട്ട് കമ്മ്യൂണിക്കേഷനൊക്കെ ശരിയാക്കി എടുക്കണം, ഡെയിലി നിങ്ങളെ വിളിക്കണം, സംസാരിക്കണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾക്കായിട്ടൊരു സ്റ്റെബിലിറ്റി തരണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെയും ഒരു കമ്മിറ്റ്മെൻറ്റ് തരാതെ അവർ ഒഴിഞ്ഞു മാറി നടക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പ്രോപ്പർ കമ്മിറ്റ്മെൻറ്റ് തരാൻ അവർ തയ്യാറാണ്. എസ്പെഷ്യലി എനിക്ക് അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, എനിക്ക് മാതാപിതാക്കളുടെ ഇടപെടൽ, അതായത് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു തടസ്സമായിട്ട് പറഞ്ഞിട്ട് വീട്ടുകാരെ എതിർത്ത് നിൽക്കുകയുണ്ടായിരുന്നു. അതിനിവർ അവരെ എതിർത്ത് പറയാതെ ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ അതിനുവേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ റെഡിയാണ്, നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ റെഡിയാണ് എന്ന് അവർ പറയുന്നു. ഓക്കെ, അതേസമയം തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലാതെ എന്താ പറയുക, സ്പൗസ്, കുട്ടികൾ, അങ്ങനത്തെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാതെ നിങ്ങളോടുള്ള ഇഷ്ടം പറയാതെ മാറി നിൽക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ച് ശരിയാക്കണം, ഒരു എഗ്രിമെൻറ്റിൽ എത്തണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ അവർ ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നു. നിങ്ങൾ ഫേസ്ബുക്കിലിടുന്നതാവട്ടെ, ഇൻസ്റ്റയിൽ, വാട്സാപ്പിൽ എന്തെവിടെ ഷെയർ ചെയ്താലും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഇവർ ചിന്തിക്കുന്നുണ്ട്. അതേപോലെ ടാരോ റീഡിങ് കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നും കാണുന്നു കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ടാരോ റീഡിങ് കണ്ടു തുടങ്ങിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്, ഒരുപാട് കാണുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇവർ ആരെങ്കിലും അടുത്തുനിന്ന് ഒരു റീഡിങ് എടുത്തിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ആസ്ട്രോളജറെ കണ്ടതായിരിക്കാം, ജ്യോതിഷനെ കണ്ടതായിരിക്കാം. അങ്ങനെ എന്ത് തന്നെ ആയാലും ഇവരും കുറച്ച് സ്പിരിച്വാലിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. കൂടുതലായിട്ട് അമ്പലം, പള്ളിയൊക്കെ പോകുന്നതായിട്ട് നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, നാമം ചൊല്ലുന്നതായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇവരും ഒരു ഹീലിംഗ് എടുക്കാൻ ഹീലിങ്ങിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു റീഡിങ് എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ടാരോയുടെ ഇൻഫ്ലുവൻസ് വളരെ കൂടുതലായിട്ട് അവരുടെ ലൈഫിലും കാണുന്നുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ. 3 കാർഡ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ്റെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജൊക്കെ അയക്കുമ്പോൾ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറിയൊക്കെ പറയണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. കുറച്ച് കാർഡ്സ് കൂടി എടുത്തിട്ട് നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ കാർഡ്സ് ഒന്ന്. Two of Wands, Six of Pentacles, Lovers, Two of Cups, Justice, Hermit. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. ചിലർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസും ആണ് കേട്ടോ. എന്തായാലും ആ സിറ്റുവേഷനിൽ അവരിരുന്ന് ചിന്തിക്കുന്ന ഇനി നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം, നിങ്ങൾക്ക് സ്നേഹം തന്ന് നിങ്ങളുടെ സ്നേഹം കൈപറ്റണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ, ഫൈനാൻഷ്യൽ ആവട്ടെ, ഇമോഷണൽ ആവട്ടെ, എന്ത് സപ്പോർട്ട് വേണമെങ്കിൽ തരാൻ അവർ തയ്യാറാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ അവർക്ക് തോന്നുന്നു നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, അതുകൊണ്ടാണ് ഇത്ര തീവ്രമായൊരു ബന്ധം നിങ്ങളുമായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിലും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും റിയൂണിയൻ നടന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾ തമ്മിൽ കണ്ടിരിക്കാം, അല്ലെങ്കിൽ അടുത്തൊരു 2 ദിവസത്തിൽ ഒരു റിയൂണിയൻ്റെ ചാൻസസ് കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ, ഞാൻ പറഞ്ഞില്ല, ഒരു ക്വിക്ക് ആക്ഷൻ അവരെടുക്കാൻ ചിന്തിക്കുന്നുണ്ട്. പരമാവധി 2 ആഴ്ച, 2 ദിവസം മുതൽ 2 ആഴ്ച വരെ. അതിൻ്റെ ഇടയിൽ അവരൊരു ക്വിക്ക് ആക്ഷൻ നിങ്ങൾക്കായിട്ട് എടുക്കുമെന്ന് തന്നെ ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പെർഫെക്റ്റ് ബാലൻസിൽ
മുന്നോട്ട് കൊണ്ടുപോകണം. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഒരു ബാലൻസ് ചെയ്ത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. മാനസികമായിട്ട് ഒരു ഒറ്റപ്പെടൽ നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. ഇരുന്ന് ചിന്തിക്കുക തന്നെയാണ് ഒരു ഭാഗത്ത്. ആൾക്കൂട്ടത്തിൽ ഇരിക്കുമ്പോഴും മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കുന്നത് മറ്റുള്ളവർ ശ്രദ്ധിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് ഇവർ ആലോചിക്കേണ്ട, ഞാനിങ്ങനെ മാറിയിരുന്നാൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നുണ്ട് അത് കേട്ടോ. 2 കാർഡ് കൂടി എടുക്കാം. ഒരു പക്ഷേ അവരവരുടെ ഫ്രണ്ട്സിനോട് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കാണും. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി സുഹൃത്തുക്കളുടെ ഉപദേശം എടുക്കുകയും ആ ഉപദേശത്തിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. എന്തു തന്നെ ആയാലും നിങ്ങളെ വിട്ട് കളയാൻ അവർക്ക് സാധിക്കില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. കാരണം നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. ഓക്കെ, നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അതൊന്നും അവർക്ക് മറക്കാൻ സാധിക്കില്ല. കണ്ണടച്ചാൽ നിങ്ങളുടെ മുഖമാണ് മുന്നിൽ വരുന്നത്. അപ്പോൾ നിങ്ങളെ ഒരിക്കലും വിട്ട് കളയാൻ പറ്റില്ല എന്ന് തന്നെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കോൺസ്റ്റൻ്റായിട്ട് നിങ്ങളുടെ മുഖം ഇങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ. ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള തോട്ട്സ് എന്താണെന്ന് നോക്കാം. ഇനി നിങ്ങളുടെ തേർഡ് പേഴ്സണെ കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സിൽ എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു തേർഡ് പേഴ്സൺ ഉണ്ട്. ഈ സമയത്ത് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരുടെ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ എന്താണ്? എൻ്റെ വ്യൂവേഴ്സിൻ്റെ തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളിൽ എന്താണ്? Seven of Pentacles, 8 of Cups, 5 of Swords, Moon, King of Pentacles, Ace of Wands, 10 of Wands, 2 of Cups, Star, Empress, 8 of Wands, Knight of Cups, Page of Swords. Okay, മിക്സ്ഡ് എനർജീസ് ആയിട്ടാണ് കിട്ടുന്നത് കേട്ടോ. ഏതൊക്കെ കാർഡ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നോ അതുപോലെ മാത്രം എടുക്കുക. നിങ്ങളുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ആസിറ്റീസ് എനിക്ക് എന്താ പറയുക, അതിഭയങ്കരമായ സ്നേഹമല്ലെങ്കിലും ഒരു ബാലൻസിൽ അവർ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അടിയും വഴക്കും അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഒരു സാധാരണ കുടുംബജീവിതം എങ്ങനെയാണോ മുന്നോട്ട് പോവുക അതുപോലെയാണ് അവരുടെ തേർഡ് പേഴ്സണുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ ജോലിക്ക് പോകുന്നു, കുടുംബത്തിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. തേർഡ് പേഴ്സൺ ഇവിടെ ഫാമിലി ആയിട്ട് തന്നെയാണ് എനിക്ക് കണക്റ്റ് ആവുന്നത്. കാരണം കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ ഇവർ ആ ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, പൈസ സമ്പാദിക്കുന്നുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. ചിലരെങ്കിലും ദൂരെയാണെന്ന് കാണുന്നു, സ്പൗസിൽ നിന്നും ദൂരെ വിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ. ഓൺ ആൻഡ് ഓഫ് ആയിട്ടായിരിക്കാം ഇവർ തമ്മിൽ കാണുകയും സംസാരിക്കുകയും എല്ലാം സംസാരിക്കുന്നുണ്ടായിരിക്കും റെഗുലറായിട്ട്. കൂടുതലായിട്ടും കാണുന്നത് ഓൺ ആൻഡ് ഓഫ് ആയിട്ടാണ് എന്ന് കാണുന്നു. ഓക്കെ, ഇവർ ചില സമയങ്ങളിൽ വല്ലാത്ത സ്ട്രെസ്സ് അനുഭവിക്കാറുണ്ട്. ഏറ്റവും കാമായിട്ടുള്ളൊരു ജീവിതമാണെന്നൊന്നും ഞാൻ പറയില്ല. അത്യാവശ്യം വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവരുടെ ഇടയിൽ. അതേപോലെ ഈ തേർഡ് പാർട്ടി ഇവരെ സംശയിക്കാറുമുണ്ട്. അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ മറ്റൊരാളുണ്ട് എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഉണ്ട് കേട്ടോ. അത് ഇവർ ചോദിക്കാറുണ്ടായിരിക്കും. ആ ചോദ്യം നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെസ് ഉണ്ടാക്കാറുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നു തുടർച്ചയായിട്ട്. അവർക്കിപ്പോഴും ആ ഡൗട്ടാണോ, സ്പൗസ് എന്നെ ഇപ്പോഴും സംശയിക്കുന്നുണ്ടോ എന്നൊക്കെ ഒരു ചിന്ത കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവാറുണ്ടെന്ന് കാണുന്നു. അല്ല, നിങ്ങളുടെ പേഴ്സൺ
വളരെയധികം റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ്. ജോലി സംബന്ധമായിട്ടും ഇവർ ഉയർന്ന നിലയിലൊക്കെ ഉള്ളവരായിരിക്കണം. അപ്പോൾ ആ റെസ്പോൺസിബിലിറ്റീസും വീട്ടിലുള്ള റെസ്പോൺസിബിലിറ്റീസും എല്ലാം കൂടി ഒരുപാട് ഹാൻഡിൽ ചെയ്യുന്ന വ്യക്തിയാണ് കേട്ടോ. പക്ഷെ കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് വളരെ ഗൗരവമായി തന്നെ ഇവർ ആലോചിക്കാറുണ്ട് കേട്ടോ. അത്യാവശ്യം സ്പൗസിനെ കാണുമ്പോൾ സ്നേഹമായിട്ട് സംസാരിക്കാറുണ്ട്, സ്നേഹം പ്രകടിപ്പിക്കാറുണ്ട്. ഓക്കെ, അതേപോലെ ഈ പറഞ്ഞ പോലെ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത്. ചിലരെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓണം വരുന്നത് കൊണ്ടായിരിക്കും ആ കാർഡ് അങ്ങനെ വന്നത്. ദൂരെ ദിക്കിലുള്ളവർ സ്പൗസിനെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലിയിലേക്ക് വരുന്നതായിട്ട് അവിടെ ഒരു റീയൂണിയൻ നടക്കാൻ പോകുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. 2 ആഴ്ചക്കകം അല്ലെങ്കിൽ 2 ദിവസത്തിനകം അങ്ങനെയാണ് കാണുന്നത്. മാക്സിമം 2 ആഴ്ച ലീവിന് വരുന്ന പോലെ, വെക്കേഷന് വരുന്ന പോലെ, ട്രാവൽ ചെയ്ത് കുടുംബത്തിലേക്ക് വരുന്ന പോലെ ഒരു കാർഡാണ് അത് കിട്ടിയിരിക്കുന്നത്. അതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നുണ്ട്. ലീവ് എടുത്ത് കുടുംബത്തിൻ്റെ അടുത്തേക്ക് പോകണം എന്നുള്ള രീതിയിൽ ഇവർ ചിന്തിക്കുന്നുണ്ട്. കാണുന്ന സമയത്ത് രമ്യതയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നും അല്പസ്വല്പം സ്നേഹപ്രകടനമൊക്കെ ആവാമെന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, പലരും അവരുടെ സ്പൗസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് കേട്ടോ. കാരണം കുഞ്ഞുങ്ങൾ ഉണ്ട്. കുഞ്ഞുങ്ങളുള്ളപ്പോൾ കുഞ്ഞുങ്ങൾ വീട്ടിൽ പ്രായമുള്ളവരുണ്ടായിരിക്കും. അവരുടെ എല്ലാം ചുമതല ഒരു പക്ഷേ ഈ സ്പൗസായിരിക്കും നോക്കുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അവരുടെ സ്പൗസ് എന്ന് പറയുമ്പോൾ ഭാര്യ ഭർത്താവ് കേട്ടോ. ആ സ്പൗസിനെ അവർക്ക് ഡിപ്പെൻഡ് ചെയ്തേ മതിയാവൂ എന്നും കാണുന്നു. ഓക്കെ, അവിടെ സ്പൗസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അവരുടെ ജീവിതത്തിൽ എന്നും കാണുന്നു. ഓക്കെ, വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഈ സ്പൗസ്. അതേപോലെ കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ സ്ഥാനത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ റെസ്പെക്റ്റ് അവരുടെ അടുത്തുണ്ട്. ആ ബഹുമാനം അവർ അർഹിക്കുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. അവരെ പാടെ അങ്ങ് ഉപേക്ഷിച്ച് കളയാനൊന്നും നിങ്ങളുടെ പേഴ്സണിന് സാധിക്കില്ല. ആ പേഴ്സൺ, അതായത് നിങ്ങളുടെ തേർഡ് പേഴ്സൺ, അവരുടേതായിട്ടുള്ള ഒരു സ്ഥാനം നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലുണ്ട്. ഓക്കെ, നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇവർ തമ്മിൽ അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. ഇവർ നിങ്ങളുടെ പേഴ്സൺ അവരെ കുടുംബത്തിലേക്ക് വരുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പുറത്തേക്ക് പോകാറുണ്ടായിരിക്കും, ചെറിയ യാത്രകൾ ചെയ്യാറുണ്ടായിരിക്കും, ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാറുണ്ടായിരിക്കും. അങ്ങനെയെല്ലാം ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. വിസിറ്റ് ചെയ്യണം. കാരണം അവധിക്ക് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഫാമിലിയും കൊണ്ട് പുറത്തേക്ക് പോകണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. കുറേയധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫാമിലി ആകുമ്പോൾ കുറേ ഫൈനാൻഷ്യൽ മാറ്റേഴ്സോ മറ്റു കാര്യങ്ങളോ എല്ലാം ഡിസ്കസ് ചെയ്യാനുണ്ടായിരിക്കുമല്ലോ. അതിനെപ്പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്യണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യണം എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയെല്ലാം അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കുറേയധികം കാര്യങ്ങൾ, എസ്പെഷ്യലി കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വീട്ടിൽ വരുന്ന സമയത്ത്. നിങ്ങളുടെ തേർഡ് പേഴ്സണ് അവരുടെ അടുത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. കാരണം 2 ദിക്കിലിരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംസാരിച്ച് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും, മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യണം. അവരുടെ റിലേഷൻഷിപ്പ് ഒരു ബാലൻസിൽ എത്തിക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. സ്വന്തം സ്ട്രെസ് റിലേറ്റഡ് കാര്യങ്ങൾ സ്പൗസിൻ്റെ അടുത്ത് പറയണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ജോലിയിലോ ലൈഫിലോ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ പറ്റിയിട്ട് അവർക്ക് അവരുടെ സ്പൗസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് കാർഡ് ഒന്ന് ഷഫിൾ ചെയ്തോട്ടോ. കാർഡ്സ് കയ്യിൽ നിന്ന് സ്ലിപ്പായിപ്പോയി. നിങ്ങളുടെ പേഴ്സണും ഈ തേർഡ് പാർട്ടിയും തമ്മിൽ ഫോട്ടോസൊക്കെ കൈമാറാറുണ്ടായിരിക്കും കേട്ടോ. വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ അങ്ങോട്ട് അയക്കുകയോ അവരുടെ ഫോട്ടോ ഇങ്ങോട്ട് അയക്കുകയോ മെസ്സേജസ് അയക്കുകയോ എല്ലാം ഇവർ തമ്മിൽ ചെയ്യാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. ആ ഫോട്ടോ അയച്ചതിനെ പറ്റിയിട്ട് എന്തോ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. ഒരു തീർത്ഥയാത്രയെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ട്. അമ്പലങ്ങളോ എന്തെങ്കിലും നേർന്നിട്ട് അത് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടാവില്ല, അത് ഫിനിഷ് ചെയ്യണമെന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കഴിയുന്നിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് തന്നെ കാണുന്നു കേട്ടോ. നല്ല രീതിയിൽ കുടുംബം തകർന്നു പോവാതെ നല്ല രീതിയിൽ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്.
നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഒരു മൂന്നാമത് വ്യക്തിയുണ്ട് അല്ലേ, അത് നിങ്ങളാണ്. നിങ്ങളെ പറ്റിയുള്ള കാര്യങ്ങൾ അവരുടെ സ്പൗസ് അറിയാതെ സൂക്ഷിക്കണം എന്നും അവർ പ്രത്യേകമായിട്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ തേർഡ് പേഴ്സൺ ഭയങ്കര ഇമോഷണലായിട്ട് പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടുകൂടിയാണ് ഇവരിത് എക്സ്ട്രാ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവർ ചിന്തിക്കുന്നത് അതിഭയങ്കരമായ സ്നേഹപ്രകടനമൊന്നും ഇല്ലെങ്കിലും നല്ല രീതിയിൽ ആ റിലേഷൻഷിപ്പ് ഒരറ്റം എത്തിക്കണം എന്നൊരു ഫീലിംഗ് അവർക്കുള്ളതായിട്ട് കാണുന്നു. ഓക്കെ, ബാലൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. റെസ്പോൺസിബിലിറ്റിയാണ്. എസ്പെഷ്യലി കുഞ്ഞുങ്ങളുള്ളവർക്ക് അവരുടെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ പാടെ ഉപേക്ഷിച്ച് കളയാൻ പറ്റില്ല. അങ്ങനെ പ്രാക്ടിക്കലായിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഓക്കെ, സമാധാനപരമായി ജീവിച്ചു പോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ്. അപ്പോൾ റീഡിംഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും ചെയ്യുക കേട്ടോ. വേറെ എന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ തീർച്ചയായും കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ പുതിയൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.